Good morning to dear students. Welcome to all our online classroom cooperative law. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഹിസ്റ്ററിയുടെ ബാക്കി ഭാഗമാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952 ആണ്. അപ്പോൾ അതിന് മുമ്പിട്ട് ഈ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം ഈ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952 വന്നത് ഈ രണ്ട് ആക്ട് പ്രീവിയസ് ആയിട്ടുള്ള കൊച്ചിയിലുള്ള ആക്റ്റും ട്രാവൻകൂറിലുള്ള ആക്റ്റും കൂടിച്ചേർന്നിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പിട്ട് എന്തൊക്കെയായിരുന്നു ഈ കൊച്ചിനും ട്രാവൻകൂറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913, the primary cooperative societies are registered first. But in Travancore, firstly Central Bank has been organized and registered, and the same is acting as a financing agency for the primary society. അതായത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൊസൈറ്റി പ്രൈമറി സൊസൈറ്റിയാണ്. എന്നിട്ടാണ് അതിന് യൂണിയനും സെൻട്രൽ ബാങ്കൊക്കെ നിലവിൽ വന്നത്. പക്ഷേ ട്രാവൻകൂറിൻ്റെ പ്രത്യേകത നേരെ റിവേഴ്സാണ്. ഫസ്റ്റ് സെൻട്രൽ ബാങ്കാണ് നിലവിൽ വന്നത്, എന്നിട്ടാണ് പ്രൈമറി സൊസൈറ്റികൾ വരുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ബാങ്ക് പ്രൈമറി സൊസൈറ്റിയുടെ ഫിനാൻസിങ് ഏജൻസി ആയിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. നെക്സ്റ്റ്, സെക്കൻഡ് ഡിഫറൻറ്റ്, സെപ്പറേറ്റ് സൊസൈറ്റീസ് were registered for agricultural and നോൺ അഗ്രികൾച്ചർ. അതായത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചറും നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സൊസൈറ്റികളായിരുന്നു ഫോം ചെയ്തിരുന്നത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ. പക്ഷേ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ടിൽ മൾട്ടി പേർപ്പസ് സൊസൈറ്റി, മെനി ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സച്ച് ആസ് അർബൻ ബാങ്ക്, എംപ്ലോയീസ് സൊസൈറ്റീസ്, വുമൺ സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എക്സെട്ര ആർ ഓർഗനൈസ്ഡ് ആൻഡ് രജിസ്റ്റർഡ്. നെക്സ്റ്റ് വൺ വരുന്നത്, in Cochin Cooperative Societies Act gave more priority for the cottage industries in the cooperative movement. But in Travancore, it did not give priority for the cottage industries in the cooperative movement. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊച്ചിനിൽ കോട്ടേജ് ഇൻഡസ്ട്രിക്കാണ് പ്രാമുഖ്യം നൽകിയിരുന്നതെങ്കിലും മദ്രാസിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ഏരിയയ്ക്ക് അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രയോറിറ്റി ഒന്നും നൽകിയിരുന്നില്ല. Next one, there was no intermediary bodies in between primary and central societies under Cochin Cooperative Societies Act. But in Travancore Cooperative Societies Act, there was a taluk bank in between primary societies and central society. നിങ്ങൾ നേരത്തെ അത് പറഞ്ഞിരുന്നു. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ടിൽ സെൻട്രൽ ബാങ്കിൻ്റെയും പ്രൈമറി സൊസൈറ്റീസിൻ്റെയും ഇടയിൽ വേറെ ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ട്രാവൻകൂറിൽ അവർ രണ്ടിൻ്റെയും ഇടയിൽ താലൂക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറി ഈ ഡെപ്പോസിറ്റൊക്കെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്തിരുന്നു, ഫോം ചെയ്തിരുന്നു, രജിസ്ട്രേഷൻ നടത്തിയിരുന്നു. These are the main difference between Cochin Cooperative Societies Act 1932 and Travancore Cooperative Societies Act 1914. Next, Travancore Cochin Cooperative Societies Act 1952. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കേരളം അല്ല ഇന്നത്തെ കേരളം ഉണ്ടായിരുന്നത് 3 ഏരിയ ആയിട്ടാണ്. മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ ഏരിയ, കൊച്ചിൻ സ്റ്റേറ്റ്, ട്രാവൻകൂർ സ്റ്റേറ്റ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 2 വർഷത്തിന് ശേഷം, അതായത് ഓൺ 1st July 1949 ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കെം ഇൻ ടു ഫോഴ്സ്. അതായത് നിലവിൽ ഈ ഉണ്ടായിരുന്ന കൊച്ചിൻ സ്റ്റേറ്റും ട്രാവൻകൂർ സ്റ്റേറ്റും കൂടി ചേർന്നിട്ട് എന്ത് വന്നു? ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് നിലവിൽ വന്നു. ഇന്ത്യയിൽ ദ സ്റ്റേറ്റ് ബിക്കം എ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ഇൻ 1950 അലോങ് വിത്ത് അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വെൻ ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ആസ് എ റിപ്പബ്ലിക്. നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ മറ്റു സ്റ്റേറ്റുകളെ പോലെ ഈ ഒരു ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റിൽ, അതായത് പണ്ടുണ്ടായിരുന്ന കൊച്ചിൻ സ്റ്റേറ്റിൽ ഒരു ആക്ട് ഉണ്ട്,
ട്രാവൻകൂർ സ്റ്റേറ്റിൽ മറ്റൊരു ആക്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് മാറിയപ്പോൾ ഈ രണ്ട് സ്ഥലത്തും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രണ്ട് നിയമങ്ങളുള്ളത് അതിൻ്റെ പ്രവർത്തനത്തിന് വിഘാതമായി. അപ്പോൾ ഈ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1951 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായി. പക്ഷേ ഇറ്റ് വാസ് എക്സിസ്റ്റൻസ് ഇൻ ദ ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് അണ്ടിൽ ദ എനാക്ട്മെൻറ്റ് ഓഫ് ദ പ്രസൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. 1951 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായതെങ്കിലും അത് എൻഫോഴ്സ് ചെയ്തത് 52. അതുകൊണ്ടാണ് 52 അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു ആക്ട് ആയിരുന്നു 1969 വരെ ഉള്ള കോപ്പറേറ്റീവ് 1969 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത് വരെ കൊച്ചിൻ ആൻഡ് ട്രാവൻകൂർ ഏരിയയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്തിരുന്ന ആക്ട് ഈ ആക്ട് ആയിരുന്നു. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952 ആയിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ വന്ന മേജറായിട്ടുള്ള ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു അല്ലെങ്കിൽ അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1930 ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. അപ്പോൾ ആ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ്. അതായത് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൊച്ചിൻ സ്റ്റേറ്റിലേക്ക് മാറ്റി. അപ്പോൾ കൊച്ചിൻ അതിൻ്റെ നെയിം എന്ത് ചെയ്തു? ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നാക്കി മാറ്റി. ഇനി അതിനുശേഷം കൊച്ചിൻ കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്കും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കൊച്ചിൻ കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്കിനെ അതിൻ്റെ എന്ത് ചെയ്തു? അഫിലിയേറ്റഡ് യൂണിറ്റ് ഈ ഒരു ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെൻട്രൽ ബാങ്കിൻ്റെ യൂണിറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു കൊച്ചിൻ കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്കിനെ മാറ്റി. മെയിൻ ഫീച്ചേഴ്സ് നോക്കാം. ഈ ഒരു ആക്ടിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ പലതും മേലെ പറഞ്ഞതിരിക്കുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് അധികം വരുന്നത്. ഒന്നാമത്തെ കേസ് പ്രൊവിഷൻ ഫോർ ദ രജിസ്ട്രേഷൻസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൊസീജിയർ ഫോർ ജനറൽ ബോഡി മീറ്റിംഗ്, ഡിറ്റർമൈനിങ് റൈറ്റ് ആൻഡ് പവേഴ്സ് ഓഫ് മെമ്പേഴ്സ്, എൻക്വയറി, ഇൻസ്പെക്ഷൻ, ലിക്വിഡേഷൻ, ആർബിട്രേഷൻ, പെനാൽറ്റീസ് ആൻഡ് പ്രോസിക്യൂഷൻ. ഇങ്ങനെ പറയുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അതിൻ്റെ ജനറൽ ബോഡി കണ്ടക്ട് ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണ്, മെമ്പേഴ്സിൻ്റെയും മാനേജിങ് കമ്മിറ്റീൻ്റെയും ഒക്കെ റൈറ്റ്സും പവേഴ്സും എന്തൊക്കെയാണ്, എൻക്വയറി എങ്ങനെയാണ് നടത്തേണ്ടത്, ഇൻസ്പെക്ഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്, ലിക്വിഡേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്, ആർബിട്രേഷൻസ് എങ്ങനെയാണ് നടത്തേണ്ടത്, പെനൽറ്റീസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ പെനൽറ്റി ലെവി ചെയ്യേണ്ടത്, അതുപോലെ പ്രോസിക്യൂഷൻ വർക്ക് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള പ്രൊവിഷൻസ് ഈ ഒരു ആക്ടിന് കീഴിലുണ്ടായിരുന്നു. ഇത് നമ്മൾ വിശദമായിട്ട് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പഠിക്കുമ്പോൾ അതിൽ വിശദമായിട്ട് ഓരോ ചാപ്റ്റേഴ്സായിട്ട് വരുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ വരുന്നത് ഫൈൻഡിങ് സെപ്പറേറ്റ് ഫണ്ട് ഫോർ മീറ്റിംഗ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ബൈലോ അമെൻമെൻറ്റ് ഡിവിഷൻ ഫോർ നെറ്റ് പ്രോഫിറ്റ് ആർ അതർ പോർഷൻ. അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റലൊക്കെ സെപ്പറേറ്റ് ഫണ്ട് ഉണ്ടായിരുന്നു, മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് കീപ്പിംഗ് ലിക്വിഡ് റിസോഴ്സസ് ബൈ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആണെങ്കിൽ ലിക്വിഡ് റിസോഴ്സസ് കീപ്പ് ചെയ്യണമായിരുന്നു. നാലാമത്തത് ദോസ് ഡെപ്റ്റ് വിച്ച് ഹാവ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 3 years മേ ബി കൺസിഡേർഡ്. അതായത് 3 വർഷത്തിൽ കൂടുതൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കുന്ന ഡെപ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ആസ് എ ബാഡ് ഡെപ്റ്റാണ്, കൺസിഡേർഡ് ആസ് എ ബാഡ് ഡെപ്റ്റ് ആൻഡ് സെയിം മേ ബി റിട്ടൺ ഓഫ് ബൈ ദി ജനറൽ ബോഡി സബ്ജക്റ്റ് ടു ദി കൺസെൻറ്റ് ഓഫ് ദി രജിസ്ട്രാർ. അത് ഒരു ഡെപ്റ്റ് ഉണ്ടായി, ആ ഡെപ്റ്റ് 3 വർഷം ഔട്ട്സ്റ്റാൻഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ബാഡ് ഡെപ്റ്റായിട്ട് മാറും. പക്ഷേ അത് റൈറ്റ് ഓഫ് ചെയ്യും ജനറൽ ബോഡിയിൽ. പക്ഷെ അതിനെന്ത് ചെയ്യണം? പ്രീ കൺസെൻറ്റ് ഓഫ് ദി രജിസ്ട്രാറുടെ കൺസെൻറ്റോട് കൂടിയിട്ട് ജനറൽ ബോഡിയിൽ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. Next one, working capital of composed of reserve fund, other fund, paid up capital, debt, investment and debentures. Next, the audit fee existed to the unlimited liability societies as far as for every 100 rupees subject to maximum of rupees 50. അതായത് സൊസൈറ്റിയിൽ
audit fee existed to the unlimited liability societies as 4 annas for every 100 rupees subjected to maximum of rupees 50. For limited liability societies, the audit fee rupees 100. However, he is supervising union, self-audit societies and those society which are not completed 6 year of operation need not pay the audit fee. ഇപ്പോൾ ഓഡിറ്റ് ഫീൻ്റെ ഡീറ്റെയിൽസ് പറയാണ്. 100 രൂപയ്ക്ക് 4 അണ എന്നുള്ളതാണ്. 4 അണ എന്ന് പറയുന്നത് ഇന്നത്തെ 25 പൈസയാണ്. 100 രൂപയ്ക്ക് 25 പൈസ എന്നുള്ളതാണ് മാക്സിമം. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ 50 റുപ്പീസും ലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ 100 റുപ്പീസുമാണ്. ഇനി ഏതെങ്കിലും സൂപ്പർവൈസറി യൂണിയനോ സൊസൈറ്റിയോ ഒക്കെ 6 വർഷം വരെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്, എക്സംപ്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഏഴാമത്തത്, ഫോർ രജിസ്റ്ററിങ് എ ഫാമിംഗ് സൊസൈറ്റീസ് ഡീറ്റെയിൽ മേ ബി കളക്റ്റഡ് ഫ്രം ദോസ് പേഴ്സൺ ഹു ആർ പൊസസിങ് ലാൻഡ് ഫോർ സച്ച് ആൻഡ് ദി പീപ്പിൾ ഓഫ് ദി ഏരിയ. ദ ഡിസിഷൻ മേ ബി ടേക്കൺ ജോയിൻ്റ്ലി ബൈ ദ രജിസ്ട്രാർ, അഗ്രികൾച്ചറൽ ഡയറക്ടർ ഓർ റവന്യൂ ബോർഡ് മെമ്പർ. അതായത് ഫാമിംഗ് സൊസൈറ്റിയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് ആ മെമ്പേഴ്സിന് ഏത് ഏരിയയിലാണോ ആ ഫാമിംഗ് സൊസൈറ്റി ഫോം ചെയ്യുന്നത് ആ ഏരിയാസിലുള്ള ആ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് ആ ഏരിയസിലുള്ള ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതായത് ഫാമിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ലാൻഡ് ഫെസിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക്, അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഫാമിംഗ് സൊസൈറ്റി തുടങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യായിരുന്നു. അതിൻ്റെ ഡിസിഷൻ എടുക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കും അഗ്രികൾച്ചറൽ ഡയറക്ടർക്കും റവന്യൂ ബോർഡ് മെമ്പേഴ്സിനും കൂടിയായിരുന്നു. ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952. നെക്സ്റ്റ് ലാസ്റ്റ് പാർട്ടാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അപ്പോൾ ഇതാണ് ഇന്നത്തെ കേരളയിൽ നിലനിൽക്കുന്ന ആക്ട്. അപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, KCSA ആക്ട് 1969 എന്നാണ് അറിയപ്പെടുക. ഇസ് ദ ലോ റിലേറ്റിംഗ് ടു ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള സ്റ്റേറ്റ്. The Act has comes into force on 15th May 1969. This Act replaced the Travancore Cochin Cooperative Societies Act 1952 and the Madras Cooperative Societies Act 1932 in Malabar areas. The Act has consolidated, amended and unified the law relating to the cooperative societies in the state. As a result of the legislation, all cooperative institutions in the state are governed by Kerala Cooperative Societies Act 1969. അപ്പോൾ 1969 ആക്ട് നിലവിൽ വന്നത്. ഈ ആക്ട് നിലവിൽ വരുന്നതോടുകൂടി അതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്ന 2 ആക്റ്റായിരുന്നു ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952, മലബാർ ഏരിയയിൽ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. ഈ 2 ആക്റ്റും ഇല്ലാതായി. പിന്നെ ഈ ഒരു ആക്റ്റാണ് അത് അപ് ടു ടൈമിൽ വരുന്ന അമെൻമെൻറ്റും അതല്ല യൂണിഫൈഡ് ഈ കൺസോളിഡേഷനും അമെൻമെൻറ്റും യൂണിഫൈഡൊക്കെ ചെയ്തിട്ടാണ് ഈ കേരളത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അതിൻ്റെ നിയമവശം അല്ലെങ്കിൽ അതിൻ്റെ ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത് അതുവരെ ഈ ഒരു ആക്ട് നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൽ കോപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്ത എല്ലാ ഓർഗനൈസേഷനും ഈ ഒരു ആക്ടിൻ്റെ കീഴിലായിട്ട് മാറി. ഇനി എന്താണ് ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒബ്ജക്ട്സ് ആൻഡ് ഇൻറ്റൻഷൻസ് ഓഫ് ദിസ് ആക്ട് ടു പ്രൊവൈഡ് ഫോർ ദി ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് of Kerala by organizing them as a self-governing democratic institutions in accordance with the directive principles of the state policy as envisaged in the constitutions of India. The Indian constitution പറയുന്ന സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സെൽഫ് ഗവേണിംഗ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് ആൻഡ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. ഇതിൽ എല്ലാ പ്രൊവിഷനും വിശദമായിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ മുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് മാത്രം നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണ്. ഒന്നാമത്തത് കോപ്പറേറ്റീവ് യൂണിയനാണ്. സെക്ഷൻ 88 ഡീൽസ് വിത്ത് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് 89 ഡീൽസ് വിത്ത് ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റാണ് കോപ്പറേറ്റീവ് ട്രിബ്യൂണലാണ്. Section 81 deals with the special provision for the establishment of cooperative tribunal to meet the hearing appeal against the orders, awards or decisions of registrar or arbitrate. Next, appointment and service conditions. In section 80, the qualification, salary, service condition, etc. of the employees of a cooperative societies are mentioned. These unique features of the act aimed at improving the moral and efficiency of the staff of cooperative society. അപ്പോൾ നമുക്കറിയാം കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വേറെ എക്സാമൊക്കെ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ബോഡി എക്സാമിനേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് സ്റ്റാഫിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. Next, penal provision ആണ്. As per section 60A, a new penal provision, namely surcharge, is imposed in the act deal with the incidents of the corruption, malpractices, misuse of powers, etc. in cooperative society. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസോ അല്ലെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സോ എന്തെങ്കിലും മാൽപ്രാക്ടീസസോ കറപ്ഷൻസോ മിസ്യൂസ് അവരുടെ പവർ മിസ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പീനൽ നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്ഷൻ 68. അതിന് നൈംസ് സർചാർജ് എന്നാണ്. നമുക്കത് പഠിക്കാനുണ്ട്. നമ്മൾ ആ പഠിക്കുമ്പോൾ ഓരോ സെക്ഷൻസ് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ആണ് ചെക്ക് ഓൺ ബോഗസ് സൊസൈറ്റീസ് ആണ്. ബോഗസ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പേരിന് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനാണ്. കാരണം സൊസൈറ്റികൾക്ക് ഒരുപാട് പ്രിവിലേജസുകളൊക്കെ ഉണ്ട്. നമ്മൾ ആക്ട് പഠിക്കുമ്പം പറഞ്ഞിരുന്നു ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ട, അവർക്ക് ഫസ്റ്റ് പ്രിവിലേജസ് കിട്ടും. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഡെപ്പോസിറ്റിന് മറ്റുള്ള ഡെപ്റ്റിൻ്റെ മുകളിൽ എടുക്കാൻ പറ്റില്ല, അറ്റാച്ച്മെൻ്റ് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രിവിലേജസ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രിവിലേജസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പല സൊസൈറ്റികളും ചില പേരിൽ കൊടുക്കും. അതുപോലെ മിനിമം 25 മെമ്പേഴ്സ്, അതായത് ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ മിനിമം 25 മെമ്പേഴ്സ്, ഡിഫറെൻറ്റ് ഫാമിലിയിലുള്ള 25 മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ഉണ്ടാവണം. എന്നാലേ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കും. പക്ഷേ ഈ 25 മെമ്പേഴ്സ് എന്നുള്ളത് നിർബന്ധമാണ് ഡിഫറെൻറ്റ് ഫാമിലീസിൽ. അപ്പോൾ ഈ ഒരു പ്രിവിലേജസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലിയുള്ളതോ അല്ലെങ്കിൽ 25 മെമ്പർ ഇല്ലാത്തതോ ആയിട്ട് ഒരു ബോഗസ് വെറുതെ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സൊസൈറ്റിയെ, അങ്ങനെ ബോഗസ് സൊസൈറ്റിയെ പ്രവർത്തനമില്ലാത്ത ഒരു ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന സൊസൈറ്റികളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള കേസൊക്കെ ഈ ഒരു ആക്ടിൻ്റെ കീഴിലുണ്ട്. നെക്സ്റ്റ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി. ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് മാത്രമേ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ ഇത്രയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ഇതാണ്. ഒന്നും കൂടി ലാൻഡ്മാർക്ക് നമ്മൾ ഓർമ്മിക്കുകയാണ്. ഇന്നത്തെ സ്റ്റേറ്റ് നിലവിൽ വന്നത് എങ്ങനെയാണ്, അതായത് പണ്ടത്തെ ട്രാവൻകൂർ സ്റ്റേറ്റും കൊച്ചിൻ സ്റ്റേറ്റും മദ്രാസ് സ്റ്റേറ്റിൻ്റെ പ്രൊവിൻസിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ ഏരിയയും കൂടിച്ചേർന്നിട്ടാണ് 1956 എന്ത് ചെയ്തത്, കേരള സ്റ്റേറ്റ് നിലവിൽ വന്നത്. അപ്പോൾ ഈ 3 ഏരിയാസിലുള്ള ആക്ടുകളാണ് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്നതിന് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ആക്ട് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ആണ്. പിന്നെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ആണ്. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണ്. അതിനുശേഷം കേരള സ്റ്റേറ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1949 കൊച്ചിൻ ട്രാവൻകൂർ സ്റ്റേറ്റ് നിലവിൽ വന്നു. അവിടെ പുതിയൊരു ആക്ട് വന്നു, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952. പിന്നെ 1956 കേരള സ്റ്റേറ്റ് നിലവിൽ വന്നു. പക്ഷേ 69 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. അതുവരെയുള്ള കാലയളവിൽ ആ ട്രാവൻകൂർ കൊച്ചിൻ ഏരിയയിൽ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും മലബാർ ഏരിയയിൽ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും ആയിരുന്നു നിലവിൽ വന്നത്. ഇതാണ് മേജറായിട്ടുള്ള ലാൻഡ്മാർക്ക് ഹിസ്റ്ററിയിൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. SIക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കോപ്പറേറ്റീവ് ലെജിസ്ലേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് കേരള ഒക്കെ വരാം. അതേപോലെ ഏതെങ്കിലും ഓരോ ആക്ട് മാത്രം വെച്ചിട്ട്
3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കൊച്ചിൻ ആൻഡ് ട്രാവൻകൂറൊക്കെ ചോദിക്കാം. എല്ലാ ക്വസ്റ്റ്യൻസിനും വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ തരുന്ന മെറ്റീരിയൽ കൃത്യമായിട്ട് റീഡ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു ടു ഓൾ.